ഈ സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഡർ പ്രോപ്പർട്ടീസ് ഓഫ് ആർ ആണ്, അല്ലെങ്കിൽ ഓർഡർ പ്രോപ്പർട്ടീസ് ഓഫ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സബ്സെറ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആ സബ്സെറ്റിനെ നമ്മൾ വിളിക്കുന്നത് പി എന്ന് പറഞ്ഞിട്ടാണ് നൊട്ടേഷൻ കൊടുക്കുന്നത്. പേര് വിളിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പർ. അപ്പോൾ there is a non-empty subset P of R called the set of positive numbers that satisfy the following properties. അപ്പോൾ ഇവിടെ 3 പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും പിയിലുണ്ടെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്ന ആള് പിയിലുണ്ടായിരിക്കണം. രണ്ടാമത്തെ ആള് എയും ബിയും പിയിലുണ്ടെങ്കിൽ എ ഇൻറ്റു ബി എന്ന് പറയുന്ന ആളും പി തന്നെ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ പ്രോപ്പർട്ടി എ എന്ന് പറയുന്ന ആൾ ആറിലുണ്ടെങ്കിൽ, അതായത് ഒരു റിയൽ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ആ റിയൽ നമ്പർ ഒന്നുകിൽ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് നമ്പേഴ്സിനകത്ത് വരും, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ആൾ 0 ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ് എ എന്ന് പറയുന്ന ആൾ പിയിലായിരിക്കും. ഈ 3 പോസിബിലിറ്റിയിലെ ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും സംഭവിക്കുക. ഒന്നിലധികം കാര്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, സംഭവിക്കില്ല. ഇതാണ് നമ്മുടെ ഓർഡർ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ പറയുന്നത്. 3 പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തെ ഈ മൂന്നാമത്തെ പ്രോപ്പർട്ടിക്ക് ആ പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് ട്രൈക്കട്ടോമി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് നമ്മൾ പേര് വിളിക്കുന്നത്. അപ്പോൾ ട്രൈക്കട്ടോമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. 3 ട്രൈ എന്ന് പറയുമ്പോൾ 3 എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഓപ്ഷനാണ് നമുക്ക് തരുന്നത്. അതായത് എ എന്ന് പറയുന്ന ആളൊരു റിയൽ നമ്പർ ആണെങ്കിൽ ഒന്നുകിൽ അതെന്തായിരിക്കും, പോസിറ്റീവ് നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും, നെഗറ്റീവ് നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും, 0 ആയിരിക്കും. ഈ 3 പോസിബിലിറ്റി മാത്രമേ എവിടെയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടിനെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, ട്രൈക്കട്ടോമി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് പേര് വിളിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനെ, അതായത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ 6 എന്ന് പറഞ്ഞാൽ നമ്മൾ നൊട്ടേഷൻ കൊടുക്കുന്നു. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനെ നമുക്ക് ഇനി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? കാരണം ഒന്നുകിൽ അത് എവിടെ കിടക്കും, പിയിൽ കിടക്കും. അപ്പോൾ പിയിലത്തെ എലിമെന്റ്സ് അതിനകത്ത് ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കണം, ആ റിയൽ നമ്പർ എന്തായിരിക്കണം, 0 ആയിരിക്കണം. അപ്പോൾ അതായത് അതിൻ്റെ കൂടെ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും, സിംഗിൾട്ടൺ 0 കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കണം, മൈനസ് എ എന്ന് പറയുന്ന ആൾ പിയിലുണ്ടായിരിക്കണം. അതായത് സെറ്റ് ഓഫ് ഓൾ മൈനസ് എ സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു പി. അപ്പോൾ ഒരു റിയൽ നമ്പറത്തിന്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനെ നമുക്ക് എന്താക്കാൻ പറ്റും, 3 കഷ്ണങ്ങളായിട്ട് ഭാഗിക്കാൻ പറ്റും. ആ 3 കഷ്ണങ്ങൾ കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റിയൽ നമ്പേഴ്സ് ആയിട്ട് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് കിട്ടും. ഈ 3 സെറ്റുകളും എന്താണ്, പരസ്പരം കോമൺ ആയിട്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതാണ് ട്രൈക്കട്ടോമി പ്രോപ്പർട്ടിയുടെ കാതലായ ഒരു ഭാഗം. ഇനി ഈ ഓർഡർ പ്രോപ്പർട്ടീസിൽ നിന്ന് നമുക്ക് 1-2 റിമാർക്കുകൾ കൊണ്ടുവരാം. അപ്പോൾ അതായത് ഒരു റിയൽ നമ്പറിനെ നമുക്ക് ഈ പറഞ്ഞതുപോലെ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ആള് പിയിലുണ്ട് എങ്കിൽ എനെ നമ്മൾ എന്ത് പേര് വിളിക്കും, എ ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് പറഞ്ഞ് വിളിക്കും. ഇനി എ എന്ന് പറയുന്ന ആള് പി യൂണിയൻ സിംഗിൾട്ടൺ 0-ലാണെങ്കിൽ എന്ത് സംഭവിക്കും, എക്ക് എന്തൊക്കെ വാല്യൂ വരാം, പോസിറ്റീവ് നമ്പേഴ്സ് വരാം, അതുപോലെ 0യും വരാം. അപ്പോൾ നമ്മൾ എന്ത് പറയും, പക്ഷെ യാതൊരു കാരണവശാലും എന്ത് വരാൻ പറ്റില്ല, നെഗറ്റീവ് വാല്യൂ വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് പേര് വിളിക്കും, എ ഈസ് എ നോൺ നെഗറ്റീവ് റിയൽ നമ്പർ എന്ന് പറഞ്ഞ് പേര് വിളിക്കും. ഇനി അടുത്തത് മൈനസ് എ ബിലോങ്സ് ടു പി, അതായത് മൈനസ് ഓഫ് എ റിയൽ നമ്പർ ആണ് എന്തിൽ കിടക്കുന്നത്, പിയിൽ കിടക്കുന്നത് എന്ന് സംഭവിക്കുകയാണെങ്കിൽ അത്തരം റിയൽ നമ്പറിനെ നമ്മൾ എന്ത് പേര് വിളിക്കും, നെഗറ്റീവ് റിയൽ നമ്പർ എന്ന് പറഞ്ഞ് പേര് വിളിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണ്, മൈനസ് എ എന്ന് പറയുന്ന ആള് പി യൂണിയൻ സിംഗിൾട്ടൺ 0-ലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ അത് യാതൊരു കാരണവശാലും എന്താവില്ല, പോസിറ്റീവ് നമ്പർ ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെന്ത് പേര് വിളിക്കുന്നു, എ ഈസ് എ നോൺ പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് പറഞ്ഞ് പേര് വിളിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത റിമാർക്കിലേക്ക് പോവാം. റിമാർക്കിന് വേണ്ടി എയും ബിയും എന്താണ്, റിയൽ നമ്പറുകളാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ അതിനൊന്നാമത്തെ കാര്യം, എ മൈനസ് ബി എന്ന് പറയുന്ന ആള് പിയുടെ അകത്താണ് കിടക്കുന്നതെങ്കിൽ ഒന്നുകിൽ എന്തായിരിക്കും, എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും, അല്ലെങ്കിൽ ബി ലെസ് ദാൻ എ ആയിരിക്കും. അപ്പോൾ അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് നോക്കാം. എ മൈനസ് ബി ബിലോങ്സ് ടു പി. പി എന്ന് പറയുന്ന ആൾ എന്താണ്, സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, എ മൈനസ് ബി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അതിൻ്റെ അർത്ഥം എന്താണ്, എ ഗ്രേറ്റർ ദാൻ ബി. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഈ റിസൾട്ടിലേക്ക് വരുന്നത്. ഇതേപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ എ മൈനസ് ബി ബിലോങ്സ് ടു
പി യൂണിയൻ സിംഗിൾട്ടൺ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ മൈനസ് ബി ഒന്നുകിൽ എന്തായിരിക്കണം? ബിലോങ്സ് ടു പി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. പക്ഷേ അതിൻ്റെ കൂടെ യൂണിയൻ 0 കൂടി ഉണ്ട്, അതായത് 0യും വരാമെന്നുള്ളതുകൊണ്ട് ഇവിടെ ഈക്വൽ ടു സൈൻ കൊടുക്കണം. അപ്പോൾ നേരെ തന്നെ നമുക്ക് എന്ത് കിട്ടും? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യാൻ പറ്റാവുന്ന റിമാർക്ക് 3യിലേക്ക് പോവാം. ഫോർ എനി എ ബി ബിലോങ്സ് ടു ആർ, എ മൈനസ് ബി ബിലോങ്സ് ടു ആർ, ദെൻ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി എക്സാക്ട്ലി വൺ ഓഫ് ഫോളോയിങ് ഹോൾഡ്. അപ്പോൾ എയും ബിയും ആറിലുള്ള എലമെന്റ്സ് ആണ്. എ മൈനസ് ബി എന്ന് പറയുന്ന ആളും എന്തിലുള്ളതാണ്? ആറിലുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്ന ആൾ, എയും ബിയും റിയൽ നമ്പർ ആയതുകൊണ്ട് എ മൈനസ് ബി റിയൽ നമ്പർ ആണ്. ഒരു റിയൽ നമ്പർ ഉണ്ടെങ്കിൽ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി പ്രകാരം അതിന് 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ എന്ത് സംഭവിക്കും? ആ റിയൽ നമ്പർ പിയിലുണ്ടാവും, അല്ലെങ്കിൽ ആ റിയൽ നമ്പർ 0 ആയിരിക്കും, അല്ലെങ്കിൽ ആ റിയൽ നമ്പറിന്റെ മൈനസ് എവിടെ ഉണ്ടായിരിക്കും? പിയിലുണ്ടായിരിക്കും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം നോക്കുവാണെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്ന ആൾ എവിടെ ഉണ്ടാവാം? പിയിലുണ്ടാവാം, അല്ലെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്ന ആൾ എവിടെ ഉണ്ടാവാം? ഈക്വൽ ടു 0 ആവാം, അല്ലെങ്കിൽ മൈനസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്ന ആൾ എവിടെ ഉണ്ടാവാം? പിയിലുണ്ടാവാം. മൈനസ് ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് എ പ്ലസ് ബി, അതായത് ബി മൈനസ് എ എന്ന് പറയുന്ന ആൾ എവിടെ ഉണ്ടാവും? പിയുടെ അകത്ത് ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 0. എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? എ ഗ്രേറ്റർ ദാൻ ബി ആണ്. ഇവിടെ എ മൈനസ് ബി ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് അതിന് കിട്ടും എന്താണ്? എ ഈക്വൽ ടു ബി ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ മൈനസ് ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു ബി മൈനസ് എ പി എന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ബി മൈനസ് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്, അതായത് ബി ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇതാണ് നമുക്ക് ഇവിടുന്ന് ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാവുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഡിഡക്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബിയും അതുപോലെ തന്നെ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എയും ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്താണ്? എ ഈക്വൽ ടു ബി. നമ്മൾ സ്ഥിരം അപ്ലൈ ചെയ്യുന്ന കാര്യമാണ്, ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അത്രമാത്രമേ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് കൊണ്ടുവരാവുന്ന കുറച്ച് റിസൾട്ടുകളെ അതിനെ നമ്മളൊരു തിയറമാക്കിയിട്ട് നമ്മളിനി പറയാൻ പോവാണ്. അപ്പോൾ ഓർഡർ പ്രോപ്പർട്ടീസിലെ ആദ്യത്തെ തിയറം, ലെറ്റ് എ ബി സി ബിലോങ്സ് ടു ആർ. ഇനി അതിന് 4 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ട് പറഞ്ഞു തുടങ്ങാം. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി ദെൻ എ ഗ്രേറ്റർ ദാൻ സി. ഇതാണ് നമുക്ക് ഒന്നാമത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള റിസൾട്ട്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം എടുത്തെഴുതാം. ഒന്ന് എ പാർട്ടിൻ്റെ പ്രൂഫാണ്. സോ എ പാർട്ട് ഗിവൺ എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി. ഇത്രയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? എ മൈനസ് ബി എന്ന് പറയുന്ന ആൾ ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുപോലെ തന്നെ ബി ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുമ്പോൾ ബി മൈനസ് സി എന്ന് പറയുന്ന ആൾ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ അത് ഇംപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? എ മൈനസ് ബി എന്ന് പറയുന്ന ആൾ എവിടെയുണ്ട്? പിയിലുണ്ട്. അതുപോലെ തന്നെ ബി മൈനസ് സി എന്ന് പറയുന്ന ആളും എവിടെ തന്നെയുണ്ട്? പിയിൽ തന്നെയുണ്ട്. ഇനി ഓർഡർ പ്രോപ്പർട്ടിയുടെ ഫസ്റ്റ് ഭാഗം എന്താണ് പറയുന്നത്? ഫസ്റ്റ് ഭാഗം പറയുന്നത് എ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ആളും പിയിലുണ്ട് എങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്ന ആൾ എവിടെയുണ്ടെന്നാണ്? പിയിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റിസൾട്ട് നമ്മളിവിടെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്ന ആൾ പിയിലുണ്ട്, അങ്ങനെയാണെങ്കിൽ അതുപോലെ പിന്നെ ബി മൈനസ് സി എന്ന് പറയുന്ന ആളും പിയിലുണ്ട്. അപ്പോൾ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എന്ന് പറയുന്ന ആളും എവിടെ തന്നെയുണ്ട്? പിയിലുണ്ട്. അതായത് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ബിലോങ്സ് ടു പി. അതായത് എ മൈനസ് സി എവിടെ കിടക്കുന്നുണ്ട്? പിയുടെ അകത്ത് കിടക്കുന്നുണ്ട്. അതായത്
എ മൈനസ് സി എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് എ ഗ്രേറ്റർ ദാൻ സി ആണ്. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? നമ്മുടെ ഒന്നാമത്തെ ഭാഗത്തിന്റെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തെ ഭാഗത്ത് എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ദെൻ എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ ബി പ്ലസ് സി. ഇതാണ് നമുക്കിനി കാണിക്കാനുള്ളത്. അപ്പോൾ അതിന്റെ പ്രൂഫ് നമുക്ക് നോക്കാം. തന്നിട്ടുള്ള കാര്യം എടുത്ത് എഴുതുന്നു. ബിയുടെ പ്രൂഫാണ് നമ്മൾ തുടങ്ങുന്നത്. എന്താണ്? എ ഗ്രേറ്റർ ദാൻ ബി. ഗിവൺ എ ഗ്രേറ്റർ ദാൻ ബി. ദെൻ അത് ഇംപ്ലൈ ചെയ്യേണ്ട കാര്യം എന്താണ്? എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 0. അത് ഇംപ്ലൈ ചെയ്യുന്നത് എ മൈനസ് ബി ബിലോങ്സ് ടു പി ആണ്. ഇനി നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ ബി പ്ലസ് സി. ഇതാണ് നമുക്ക് കാണിക്കാനുള്ള കാര്യം. അപ്പോൾ ഇത് കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് കൊണ്ടുവരണം? സി എന്ന് പറഞ്ഞ ഒരാളെയും കൂടി നമുക്ക് എന്ത് ചെയ്യണം? അതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ സി എന്ന് പറയുന്ന ആൾ റിയൽ നമ്പർ ആണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്ന ആളിനെ ഞാനൊന്ന് മാറ്റി എഴുതുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. എ പ്ലസ് സി മൈനസ് സി മൈനസ് ബി. അതായത് സീനെ ആഡ് ചെയ്യുകയും ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. വിച്ച് ഇസ് ഈക്വൽ ടു എ പ്ലസ് സി മൈനസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? സി പ്ലസ് ബി. വിച്ച് ഇസ് ഈക്വൽ ടു എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി. അതായത് ഞാനിവിടെ ഉപയോഗിച്ചത് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് തന്നെ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്ത് സ്റ്റാർട്ടിങ് എന്തായിരുന്നു? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ബി ആയിരുന്നു. അപ്പോൾ എ മൈനസ് ബി ബിലോങ്സ് ടു പി എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പം എന്താണ്? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി ആണ്. അപ്പോൾ അത് എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി എന്ന് പറയുന്ന ആൾ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്, പിയുടെ അകത്ത് കിടക്കുന്നുണ്ട്. അതായത് എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി എന്ന് പറയുന്ന ആൾ പിയുടെ അകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതായത് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടിപ്പോയി. എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ ബി പ്ലസ് സി. ഇതാണ് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം. ഇനി അടുത്തത് സി പാർട്ട് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കാം. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് സി ഗ്രേറ്റർ ദാൻ ഡി ദെൻ എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ ബി പ്ലസ് ഡി. ഓക്കെ, അപ്പം നമുക്ക് തന്ന കാര്യം എടുത്തെഴുതാം. സി പാർട്ട് given a greater than b and c greater than d. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണ്. അതിന് നമുക്ക് കിട്ടുന്നത് എ ഗ്രേറ്റർ ദാൻ ബി ഇംപ്ലൈസ് എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 0 which implies a മൈനസ് ബി ബിലോങ്സ് ടു പി. അതുപോലെ സി ഗ്രേറ്റർ ദാൻ ഡി നോക്കുകയാണെങ്കിൽ സി ഗ്രേറ്റർ ദാൻ ഡി ഇംപ്ലൈസ് സി മൈനസ് ഡി ഗ്രേറ്റർ ദാൻ 0 which implies എ മൈനസ് എ അല്ലല്ലോ ഇവിടെ, സി മൈനസ് ഡി ഗ്രേറ്റർ ദാൻ 0. അത് ഓൾറെഡി എഴുതിയതാണ്. സി മൈനസ് ഡി ബിലോങ്സ് ടു പി. ഇപ്പോൾ നമ്മൾ വീണ്ടും ഫസ്റ്റ് ഓർഡർ പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണ്. ഓർഡർ പ്രോപ്പർട്ടീസിലെ ഒന്നാമത്തെ ഭാഗം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്താ പറയുന്നത്? എയും ബിയും പിയിലുണ്ട് എങ്കിൽ എ മൈനസ് ബി എന്ന് അല്ലെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്ന ആളും എവിടെ തന്നെ ഉണ്ടാവും? ആ പിയിൽ തന്നെ ഉണ്ടാവും. ഈ റിസൾട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലത്തെ ആദ്യത്തെ എലമെന്റ് എന്നുള്ള ആരാളുള്ളത്? എ മൈനസ് ബി പ്ലസ്
രണ്ടാമത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? സി മൈനസ് ഡി ബിലോങ്സ് ടു പി. സിൻസ് ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഇംപ്ലൈസ് എ മൈനസ് ബി പ്ലസ് സി മൈനസ് ഡി ബിലോങ്സ് ടു പി, വിച്ച് ഇസ് ഇംപ്ലൈസ് എ, ഞാൻ പോസിറ്റീവ് സൈനുള്ള ആൾക്കാരൊക്കെ ഒരുമിച്ചിടുന്നു, നെഗറ്റീവ് സൈനുള്ള ആൾക്കാരെ ഒരുമിച്ചിടുന്നു. അപ്പോൾ അതിനുവേണ്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എനിക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടി വരും ഈ രണ്ട് നമ്പേഴ്സിനകത്തും. അപ്പോൾ എ പ്ലസ് സി മൈനസ് ബി മൈനസ് ഡി ബിലോങ്സ് ടു പി, വിച്ച് ഇംപ്ലൈസ് എ പ്ലസ് സി, ഇതിൽ നിന്ന് കോമൺ ആയിട്ട് മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ബി പ്ലസ് ഡി ബിലോങ്സ് ടു പി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലൈ ചെയ്യണത് എന്താണ്? എ പ്ലസ് സി മൈനസ് ബി പ്ലസ് ഡി ഗ്രേറ്റർ ദാൻ 0, വിച്ച് ഇംപ്ലൈസ് എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ ബി പ്ലസ് ഡി. ഇതാണ് നമ്മുടെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നേരെ എവിടേക്ക് പോകുന്നു? നാലാമത്തെ പ്രോപ്പർട്ടി എന്താ പറഞ്ഞത് നോക്കാൻ വേണ്ടി പോകുന്നു. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് സി ഗ്രേറ്റർ ദാൻ 0, then CA greater than CB. അതുപോലെ തന്നെ if A greater than B and C less than 0, then CA less than CB. ഇതാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനെ ആദ്യത്തെ ഭാഗങ്ങൾ എടുത്ത് മാത്രം നമുക്ക് പൂരിപ്പിക്കാം, പ്രൂവ് ചെയ്യാം. അപ്പോൾ ഡി എടുക്കുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ ഭാഗങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗിവൺ എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് സി ഗ്രേറ്റർ ദാൻ 0. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 0, വിച്ച് ഇംപ്ലൈസ് എ മൈനസ് ബി ബിലോങ്സ് ടു പി. അതുപോലെ സി ഗ്രേറ്റർ ദാൻ 0 തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? സി എന്ന് പറയുന്ന ആൾ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്, പിയുടെ അകത്ത് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സി എന്ന് പറയുന്ന ആള് ആളും എ മൈനസ് ബി എന്ന് പറയുന്ന ആളും എവിടെ കിടക്കുന്നുണ്ട്? പിയുടെ അകത്ത് കിടക്കുന്നുണ്ട്. ഇനി ഓർഡർ പ്രോപ്പർട്ടിയുടെ സെക്കൻഡ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? എയും ബിയും പിയുടെ അകത്ത് ഉണ്ട് എങ്കിൽ എ ഇൻറ്റു ബി എന്ന് പറയുന്ന ആൾ എവിടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്? പിയുടെ അകത്ത് ഉണ്ടെന്നാണ് സെക്കൻഡ് ഓർഡർ പ്രോപ്പർട്ടി പറഞ്ഞിരിക്കുന്നത്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? സി ഇൻറ്റു എ മൈനസ് ബി ബിലോങ്സ് ടു പി. ഇനി അതിനകത്ത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സി ഇൻറ്റു എ മൈനസ് സി ഇൻറ്റു ബി ബിലോങ്സ് ടു പി. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സി എ മൈനസ് സി ബി ഗ്രേറ്റർ ദാൻ 0. ഇത്രയാണ് നമ്മുടെ അടുത്ത് അതിന് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാവുന്നത്? കൊണ്ടുവരാൻ പറ്റാവുന്ന കാര്യം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ റിസൾട്ട് കിട്ടി. ദെൻ സി എ ഗ്രേറ്റർ ദാൻ സി ബി. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഡിയുടെ അകത്തെ ഒന്നാമത്തെ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഭാഗത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? ഗിവൺ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ? എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് സി ലെസ് ദാൻ 0. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നോക്കുവാണെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്ന ആൾ ഇവിടെ എന്തുണ്ടാവും? പിയുടെ അകത്ത് ഉണ്ടാവും. ഇവിടെ സി ലെസ് ദാൻ 0 ആയതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് എന്താ പറയുക? ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എന്ത് കിട്ടും? മൈനസ് സി എന്ന് പറയുന്ന ആൾ അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും, പിയുടെ അകത്ത് കിടക്കുന്നുണ്ടായിരിക്കും. അഗൈൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? സെക്കൻഡ് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു. അതായത് മൈനസ് സി എന്ന് പറയുന്ന ആള് അതുപോലെ തന്നെ എ മൈനസ് ബി എന്ന് പറയുന്ന ആളും പിയിലുണ്ടെങ്കിൽ സെക്കൻഡ് ഓർഡർ പ്രോപ്പർട്ടി പ്രകാരം മൈനസ് സി ഇൻറ്റു എ മൈനസ് ബി ബിലോങ്സ് ടു എന്താണ്? പി ആണ്. അത് ഇംപ്ലൈ ചെയ്യുന്ന കാര്യം എന്താണ്? അതായത് മൈനസ് സി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം? മൈനസ് സി ഇൻറ്റു എ മൈനസ് സി ഇൻറ്റു ബി. അതായത്
മൈനസ് സി എ, മൈനസിൻ്റെ മൈനസ് പറയുമ്പോൾ പ്ലസ് ആണെന്ന് അറിയാം, പ്ലസ് സി ബി എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഭംഗിയാക്കി എഴുതി കഴിഞ്ഞാൽ സി ബി മൈനസ് സി എ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മൈനസ് സി ഇൻറ്റു എ മൈനസ് ബി ബിലോങ്സ് ടു പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംപ്ലൈ ചെയ്യുന്ന കാര്യം എന്താണ്? ഇയാൾക്ക് വരുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സി ബി മൈനസ് സി എ ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. അത് ഇംപ്ലൈ ചെയ്യേണ്ട കാര്യം എന്താണ്? സി ബി ഗ്രേറ്റർ ദാൻ സി എ എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുക. അപ്പോൾ അതിനെ നമുക്ക് ആവശ്യമുള്ള പരുവത്തിലേക്ക് ഫോം മാറ്റി എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യും? സി എ ലെസ് ദാൻ സി ബി എന്ന് പറഞ്ഞ് എഴുതി അവസാനിപ്പിക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ തിയറം പറയുന്നത്. അപ്പോൾ അടുത്ത തിയറം നോക്കാം. തിയറം നമ്പർ 2. If a belongs to R and a not equal to 0, then a square greater than 0. Second one, B പാർട്ട് പറയുന്നത് 1 greater than 0. തേർഡ് പാർട്ട് സി പറയുന്നത് if n belongs to n, then n greater than 0. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ റിസൾട്ടുകളാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറയുന്ന ആൾ ആറാണ്. അതുപോലെ തന്നെ എ എന്ന് പറയുന്ന ആള് എന്തല്ല? 0-നോട് ഈക്വൽ അല്ല. സാധാരണഗതിയിൽ എ എന്ന് പറയുന്ന ആള് 6 ആണെന്നുണ്ടെങ്കിൽ അത് നേരെ പോകുന്നത് 3 കാറ്റഗറികളിലേക്കാണ്. ഒന്ന്, എ എന്ന് പറയുന്ന ആള് പി ആണ്. 2, എ ഈക്വൽ ടു 0 ആണ്, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ആൾ പിയിലാണ്, അല്ലെങ്കിൽ എ ഈക്വൽ ടു 0 ആണ്. അതുമല്ലെങ്കിൽ മൈനസ് എ ബിലോങ്സ് ടു പി. ഇങ്ങനെയുള്ള 3 കണ്ടീഷൻസ് ആണ് നമ്മൾ സാധാരണ പറയാറ്. ഇവിടെ എക്സ്ട്രാ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ നോട്ട് ഈക്വൽ ടു 0 അല്ല എന്ന് പറഞ്ഞതുകൊണ്ട്, എ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ അതിന് എന്ത് കളയാം? കട്ട് ചെയ്ത് കളയാം. അപ്പം ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? എ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞതിനെ ആൻഡ് എ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതിനെ 2 കേസായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. കേസ് 1 എന്താണ്? എ ബിലോങ്സ് ടു പി. ഇപ്പോൾ എ ബിലോങ്സ് ടു പി എന്ന് പറഞ്ഞ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന ആള് പിയിലുണ്ട്, അതുപോലെ തന്നെ എ എന്ന് പറയുന്ന ആള് പിയിലുണ്ട്. അതായത് എനെ 2 വട്ടം എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഓർഡർ പ്രോപ്പർട്ടി പ്രകാരം എന്താണ്? എ ഇൻറ്റു എ ബിലോങ്സ് ടു പി. അതായത് എ സ്ക്വയർ ബിലോങ്സ് ടു പി. അതായത് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഒന്നാമത്തെ കേസ് നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. അതായത് എ എന്ന് പറയുന്ന ആൾ പിയുടെ അകത്താണെങ്കിൽ എ സ്ക്വയർ എന്ന് പറയുന്ന ആൾ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇനി കേസ് 2. കേസ് 2 എന്താണ്? മൈനസ് എ ബിലോങ്സ് ടു പി. അതാണ് അടുത്ത ഓപ്ഷൻ നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പോൾ മൈനസ് എ എന്ന് പറയുന്ന ആൾ പിയിലുണ്ട്, മൈനസ് എ എന്ന് പറയുന്ന ആൾ പിയിലുണ്ട്. അത് ഇംപ്ലൈ ചെയ്യേണ്ടത് എന്താണ്? മൈനസ് എ ഇൻറ്റു മൈനസ് എ ബിലോങ്സ് ടു പി. സെക്കൻഡ് ഓർഡർ പ്രോപ്പർട്ടി തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മൈനസ് എ ഇൻറ്റു മൈനസ് എ, അല്ലെങ്കിൽ മൈനസ് എ ഇൻറ്റു മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതിനു മുമ്പ് പറഞ്ഞ തിയറത്തിനകത്ത് ആൾജിബ്രായിക് പ്രോപ്പർട്ടീസ് പറഞ്ഞ സമയത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് എന്താണ്? മൈനസ് എ ഇൻറ്റു മൈനസ് ബി എന്ന് പറയുന്നത് എ ഇൻറ്റു ബി ആണ്. അപ്പോൾ അതുപോലെ നോക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് എ ഇൻറ്റു എ ബിലോങ്സ് ടു പി. അതായത് എ സ്ക്വയർ ബിലോങ്സ് ടു പി. അതായത് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 1 ഗ്രേറ്റർ ദാൻ 0 ആണെന്നാണ്. അപ്പോൾ 1 ഗ്രേറ്റർ ദാൻ 0 എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എന്താണ്? 1 എന്ന് പറയുന്ന എലമെന്റ് ഇപ്പോൾ ഏതാണ്? ഇതിലേത് വേണമെങ്കിലും ആയിക്കോട്ടെ. ചിലപ്പോൾ എന്തായാലും 1 എന്ന് പറയുന്ന ആള് നോട്ട് ഈക്വൽ ടു 0 ആണെന്നുള്ള കാര്യം നമുക്ക് എന്തുണ്ട്? ഉറപ്പുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇപ്പോൾ ഒന്നാമത്തെ ഭാഗത്ത് പറഞ്ഞത് പ്രകാരം എന്താണ്? 1 സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ള കാര്യം നമുക്ക് 100% ഉറപ്പാണ്. അതായത് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം? 1 എന്ന് പറയുന്ന ആൾ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം? 1 ആണെന്നറിയാം. അപ്പോൾ 1 ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറഞ്ഞിട്ട് നമുക്കത് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാം. ഇനി അവസാനത്തെ എന്താണ് പറഞ്ഞിരിക്കുന്നത് റിസൾട്ടിനകത്തെ? തിയറത്തിനകത്ത് n ബിലോങ്സ് ടു n, then n ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇനി അടുത്തത് പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. സി പാർട്ട്. നമ്മൾ എന്ത് അസ്യൂം ചെയ്യണം? അസ്യൂം n
ബിലോങ്സ് ടു എൻ. നമ്മൾ ക്ലെയിം ചെയ്യേണ്ടത് എന്താണ്? എൻ ഗ്രേറ്റർ ദാൻ 0. ഇതാണ് നമ്മൾ ക്ലെയിം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, കാണിക്കേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ടെക്നിക്കിലെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനാണ്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്താണെന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ചെയ്യുക, ആദ്യത്തെ ഒരു എലമെൻറ്റിന് അത് ട്രൂ ആണെന്ന് കാണിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് എടുക്കും. അതായത് ഒരു പർട്ടിക്കുലർ നമ്പർ വരെ ഇത് ട്രൂ ആണെന്ന് വിചാരിക്കും. പിന്നെ എന്ത് ചെയ്യും? അതിൻ്റെ തൊട്ടപ്പുറത്തെ നമ്പറിനും ഇത് ട്രൂ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യും? പ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ റിസൾട്ട് ഫുൾ ട്രൂ ആണെന്നുള്ള കാര്യം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊണ്ടുവരണം? ഒരു അസംഷൻ നമുക്ക് ആദ്യം കൊണ്ടുവരണം, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഡിഫൈൻ ചെയ്യുന്നു. പി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് എൻ ബിലോങ്സ് ടു എൻ ദെൻ എൻ ഗ്രേറ്റർ ദാൻ 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യം. അപ്പോൾ അത് ഞാൻ അവിടെ എന്ത് ചെയ്തിരിക്കുന്നു? പി ഓഫ് എൻ ആയിട്ട് എടുത്തിരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ അതിന് ഇനീഷ്യലായിട്ട് ഞാനെന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ ഈക്വൽ ടു 1 കൊടുക്കുന്നു. എൻ ഈക്വൽ ടു 1. അപ്പോൾ അതെന്താണ്? പി ഓഫ് 1 എന്ന് പറയുന്ന ആൾ എന്താണ്? ഇഫ് 1 ബിലോങ്സ് ടു എൻ ദെൻ 1 ഗ്രേറ്റർ ദാൻ 0. ഓൾറെഡി ബി പാർട്ടിനകത്ത് നമ്മൾ 1 ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഇതെന്താണ്? ട്രൂ ആണ്. Therefore P of 1 is true by part B. അപ്പോൾ പി ഓഫ് 1 എന്ന് പറയുന്ന ആൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി, ട്രൂ ആണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചതുകൊണ്ട് അത് നേരെ എടുത്തിട്ടു. ഇനി നമ്മൾ അടുത്ത് എന്താ കൊണ്ടുവരണം? നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് ആണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇനി എന്താ അസ്യൂം ചെയ്യേണ്ടത്? ഇത് ഒരു സം നമ്പറിന് ഇത് എന്താണ്? ട്രൂ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് കൊണ്ടുവരികയാണ്. ഫോർ എനി k belongs to set of all natural number, let p of k be true. അതായത് ദാറ്റ് ഈസ് എന്താണ്? k എന്ന് പറയുന്ന ആള് ഗ്രേറ്റർ ദാൻ 0. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? we have to show that pk plus 1 is true. ഇത് കാണിച്ചാൽ നമുക്ക് എന്ത് ചെയ്തു? നമ്മുടെ പരിപാടി അവസാനിച്ചു. അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തിരിക്കുന്നത്? k എന്ന് പറയുന്ന ആൾ എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? k ഗ്രേറ്റർ ദാൻ 0 ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? പി ഓഫ് 1 ട്രൂ ആണ്. അതായത് 1 എന്ന് പറയുന്ന ആളും ഗ്രേറ്റർ ദാൻ 0 ആണ് നമുക്കറിയാം. അതായത് k ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം k ബിലോങ്സ് ടു എവിടെയാണ്? പിയിലാണ്. അതുപോലെ 1 എവിടെ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നതുകൊണ്ട് 1 എന്ന് പറയുന്ന നമ്പറും എവിടെയുള്ളതാണ്? പിയിലുള്ളതാണ് ഉള്ളത്, പിയിലാണ് ഉള്ളത്. നമുക്കിനി എന്താ? k പ്ലസ് 1 ആണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എവിടേക്ക് പോകണം? ഓർഡർ പ്രോപ്പർട്ടിയിലെ ഫസ്റ്റത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ പ്രോപ്പർട്ടി എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? k ബിലോങ്സ് ടു p, 1 ബിലോങ്സ് ടു p implies k plus 1 belongs to p. അതായത് k plus 1 greater than 0. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? which may imply that p of k plus 1 is true. Therefore, by mathematical induction, P of n is true for all n belongs to n. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പ്രൂവ് ചെയ്ത് കഴിഞ്ഞത്? ഇഫ് n belongs to n then n greater than 0 എന്ന് നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത തിയറത്തിലേക്ക് പോകുന്നു. തിയറം 3. ഇഫ് എ ബി ഗ്രേറ്റർ ദാൻ 0 then either a greater than 0 and b greater than 0 or, അപ്പോൾ ഇതിനെ വേണമെങ്കിൽ സെക്കൻഡ് എന്ന് കൊണ്ട് വിളിക്കാം. അതിനെ ഫസ്റ്റ് എന്ന് വിളിച്ച സ്ഥിതിക്ക് ഇതിനെ സെക്കൻഡ് എന്ന് വിളിക്കാം. എ ലെസ് ദാൻ 0 ആൻഡ് ബി ലെസ് ദാൻ 0. നമുക്കറിയാവുന്ന കാര്യമാണ്, രണ്ട് സംഖ്യകളുടെ ഗുണനം അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഗ്രേറ്റർ ദാൻ 0 ആവുകയാണെങ്കിൽ ഒന്നുകിൽ രണ്ട് സംഖ്യകളും എന്താവണം? പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ട് സംഖ്യകളും എന്തായിരിക്കണം? നെഗറ്റീവ് ആവണം. ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് പ്രൂവ് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് എന്ത് ചെയ്തിരിക്കുന്നത്?
ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കാര്യം എന്താണ്? എ ബി ഗ്രേറ്റർ ദാൻ 0 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യം എന്താണ്? ആൾജിബ്രായിക് പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? എ ബി ഈക്വൽ ടു 0 എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ എ എന്ന് പറയുന്ന ആൾ 0 അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ആൾ 0. അപ്പോൾ ആ ആൾജിബ്രായിക് പ്രോപ്പർട്ടിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റാവുന്ന കാര്യം എന്താണ്? എ ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എ നോട്ട് ഈക്വൽ ടു 0, അതുപോലെ തന്നെ ബി നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റിയൽ നമ്പർ ആയിരുന്നുകൊണ്ട് നമുക്കുണ്ടായിരുന്ന 3 പോസിബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു? എ എന്ന് പറയുന്ന ആൾ പി, എ എന്ന് പറയുന്ന ആൾ 0, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന -a എന്ന് പറയുന്ന ആൾ പി. ഇതേപോലെ തന്നെയാണ് ബിക്കും ബാധകമായിരുന്നത്. ഇപ്പം അതിനകത്ത് നമുക്ക് കട്ട് ചെയ്യേണ്ട കേസ് എന്താണ്? ഈക്വൽ ടു 0 എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് കട്ട് ചെയ്യാം. അപ്പം ഇതിൽ നമുക്കുള്ള 2 കേസുകളായിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? അപ്പോൾ എ ബി ഗ്രേറ്റർ ദാൻ 0 ഇംപ്ലൈ ചെയ്യണ കാര്യം എന്താണ്? ബൈ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി ഐദർ എ ഗ്രേറ്റർ ദാൻ 0 ഓർ എ ലെസ് ദാൻ 0 എന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇതിൽ നിന്നിപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് എന്ത് തുടങ്ങാം? ആദ്യത്തെ കേസ് നമ്മൾക്ക് എടുക്കാം. എ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 0 ആണ്, അതായത് എ എന്ന് പറയുന്ന ആൾ 0 അല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് എന്ത് കൊണ്ടുവരാൻ പറ്റും? നമ്മുടെ ആൾജിബ്രായിക് പ്രോപ്പർട്ടീസിനകത്തുനിന്ന് നമ്മൾക്ക് റെസിപ്രോക്കൽ, എക്സിസ്റ്റൻസ് ഓഫ് റെസിപ്രോക്കൽ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സിൻസ് എ ബിലോങ്സ് ടു ആർ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റും? 1/a എന്ന് പറയുന്ന ആളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആറിൽ കൊണ്ടുവരാൻ പറ്റും. സച്ച് ദാറ്റ് 1 into 1/a ഈക്വൽ ടു 1 ഈക്വൽ ടു 1/a into a. ഇങ്ങനെ എഴുതിയിട്ടാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക. എ 0 അല്ലാത്തതുകൊണ്ട് 1/a ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് 1/a എന്ന് പറയുന്ന ആൾ എന്ത് സംഭവിച്ചാൽ പറ്റൂ? 1/a എന്ന് പറയുന്ന ആൾ ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. ഇത്രയും ഗ്യാരണ്ടിയാണ് നമുക്ക് പറയാൻ പറ്റാവുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 1/a എന്ന് പറയുന്ന ആൾ എന്താണ്? ഒരു റിയൽ നമ്പർ ആണ്. 1/a എന്ന് പറയുന്ന ആൾ എന്തല്ല? 0 അല്ല. അത് ഇംപ്ലൈ ചെയ്യുന്ന കാര്യം എന്താണ്? 1/a എന്ന് പറയുന്ന നമ്പർ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ 2 ഓപ്ഷൻ വീണ്ടും 1/a ബിലോങ്സ് ടു p അല്ലെങ്കിൽ 1/a മൈനസ് 1/a ബിലോങ്സ് ടു p. അതായത് വീണ്ടും 2 ഓപ്ഷൻ എന്താണ്? 1/a ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ 1/a ലെസ് ദാൻ 0. ഈ 2 ഓപ്ഷനിലേക്കാണ് അതെന്ത് ചെയ്യുന്നത്? വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എ എന്ന് പറഞ്ഞ ആൾ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 1/a എന്ന് പറയുന്ന ആൾ ഒരിക്കലും ലെസ് ദാൻ 0 ആവില്ല എന്ന്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം എലിമിനേറ്റ് ചെയ്ത് കളയാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. സോ if possible, let 1/a less than 0. ഓക്കെ, അങ്ങനെ അതെടുക്കുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി കയ്യിലുള്ള കാര്യങ്ങൾ എന്താണ്? എ ഗ്രേറ്റർ ദാൻ 0യും 1/a എന്ന് പറയുന്ന ആൾ ലെസ് ദാൻ 0യുമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ a ഇൻറ്റു 1/a എന്ന് പറയുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? അതാണ് നമുക്ക് നോക്കേണ്ടത്. കാരണം ഇവിടെ ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോസിറ്റീവ് നമ്പർ, മറ്റൊരാൾ എന്താണ്? നെഗറ്റീവ് നമ്പറുമാണ് ഉള്ളത്. ഈക്വൽ ടു 1. ഇനി നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ തിയറത്തിൻ്റെ ഡി പാർട്ട്, അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് C less than 0 then CA less than CB എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ
ഇവിടെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ 1/a ലെസ് ദാൻ 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1/a ലെസ് ദാൻ 0, അതായത് c ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്താ എടുക്കേണ്ടത്? c ഈക്വൽ ടു നമുക്ക് എന്താണ് എടുക്കേണ്ടത്? 1/a ആണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യം a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 എന്നാണ് നമുക്ക് എടുക്കേണ്ടത്. സോറി, a എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ a ഗ്രേറ്റർ ദാൻ b എന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്താക്കി എടുത്തു? b ഈക്വൽ ടു 0 ആക്കിയിട്ട് എടുത്തു. എന് ഞാൻ എന്തായിട്ട് തന്നെ എടുത്തു? ഏതായിട്ട് തന്നെ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് എന്താ കിട്ടുക? a ഗ്രേറ്റർ ദാൻ 0 ആൻഡ് 1/a ലെസ് ദാൻ 0, ദെൻ c എന്ന് പറയുന്ന ആൾ 1/a ഇൻറ്റു a ലെസ് ദാൻ c എന്ന് പറയുമ്പോൾ 1/a ഇൻറ്റു b എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പം അത് നേരെ ഇവിടേക്ക് നമ്മൾ കൊണ്ടുവന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1/a ഇൻറ്റു a ലെസ് ദാൻ 1/a ഇൻറ്റു 0. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ പറഞ്ഞ തിയറത്തിൽ നിന്ന് നമുക്ക് ഡെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ഇതിമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്? റെസിപ്രോക്കലും സെയിം നമ്പർ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റ് കിട്ടും. ലെസ് ദാൻ 0നോട് കൂടിയിട്ട് ഏതെങ്കിലും റിയൽ നമ്പർ മൾട്ടിപ്പിൾ ചെയ്താലും 0 കിട്ടും. നമ്മൾ ആൾജിബ്രായിക് പ്രോപ്പർട്ടീസ് സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് കിട്ടുന്നത്? 0 എന്നാണ് കിട്ടുന്നത്. അതായത് 1 ലെസ് ദാൻ 0 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഓൾറെഡി നമ്മൾ തിയറം നമ്പർ 2-നകത്ത് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. വിച്ച് ഈസ് എ contradiction since 1 greater than 0. ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ ഈ അസംഷൻ എന്താണ്? റോങ് ആണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. അപ്പോൾ 1a ഗ്രേറ്റർ ദാൻ 0 അല്ല. അപ്പോൾ ഉള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? a എന്ന് പറയുന്ന ആള് ആറിലുണ്ട്. a എന്ന് പറയുന്ന ആള് p, a എന്ന് പറയുന്ന ആള് a ഈക്വൽ ടു 0, a ഓക്കെ, അത് വേണ്ട, അത് വിട്ടേക്കാം. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന അസംഷൻ എന്താണെന്ന് കിട്ടി? റോങ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അസംഷൻ എവിടെയാണ് തെറ്റിപ്പോയത്? ഇഫ് പോസിബിൾ ലെറ്റ് 1/a ലെസ് ദാൻ 0. അപ്പം അതായത് a ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ യാതൊരു കാരണവശാലും എന്ത് സംഭവിക്കില്ല? 1/a ലെസ് ദാൻ 0 ആവില്ല. നമുക്ക് എന്ത് മാത്രമേ അപ്പം നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്താണ്? ദെൻ 1/a ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 എന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ a ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 1/a എന്തായേ പറ്റുള്ളൂ? ഗ്രേറ്റർ ദാൻ 0 ആയേ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. b ഈക്വൽ ടു 1 ഇൻറ്റു b. നമുക്ക് സാധാരണ നമ്മൾ ആൾജിബ്രായിക് പ്രോപ്പർട്ടി പ്രകാരം എഴുതുന്നതാണ്. ഇനി 1-ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1/a ഇൻറ്റു a എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. എക്സിസ്റ്റൻസ് ഓഫ് എന്താ പറയുക? റെസിപ്രോക്കൽ ഇൻറ്റു b വിച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ എ ബിനെ ഒരുമിച്ച് എഴുതാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു. 1/a ഇൻറ്റു a ഇൻറ്റു b. ഇനി നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താണ്? ഇനി തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/a എന്ന് പറയുന്ന ആൾ എവിടെയാണ്? പിയിലുള്ള നമ്പറാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പറാണ്. കാരണം 1/a ഗ്രേറ്റർ ദാൻ 0 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താണ്? a ഇൻറ്റു b എന്ന് പറയുന്ന ആൾ ഗ്രേറ്റർ ദാൻ 0 ആണെന്നാണ്. അതായത് ab എന്ന് പറയുന്ന ആൾ എവിടെയുള്ളതാണ്? പിയിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? 1/a എന്ന് പറയുന്ന ആളും a ഇൻറ്റു b എന്ന് പറയുന്ന ആളും പിയിലുണ്ടെങ്കിൽ സെക്കൻഡ് ഓർഡർ പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1/a ഇൻറ്റു ab എന്ന് പറയുന്ന ആൾ എവിടെ ഉണ്ടാവും? പിയിലുണ്ടാവും. അതായത് 1/a ഇൻറ്റു a ഇൻറ്റു b എന്ന് പറയുന്ന ആൾ എന്തായേ പറ്റുള്ളൂ? ഗ്രേറ്റർ ദാൻ 0 ആയേ പറ്റുള്ളൂ. അപ്പം അതേ സാധനം ഇവിടേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0, therefore b ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നായിരുന്നു? a എന്ന് പറയുന്ന ആള്, ദാറ്റ് ഈസ് ഇഫ് a ഗ്രേറ്റർ ദാൻ 0 then
ബി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ആദ്യത്തെ ഭാഗം നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. അതായത് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് എന്താണ്? ഇഫ് എ ബി ഗ്രേറ്റർ ദാൻ 0 then either a greater than 0 and b greater than 0. ഇതുവരെ നമ്മൾ എത്തി. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? a greater than 0 കണ്ടീഷൻ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതേപോലെ എന്ത് കാണിക്കണം? a less than 0 ആണെന്നുണ്ടെങ്കിൽ then b less than 0 എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണിക്കേണ്ടി വരും. അപ്പോൾ ആ ഭാഗം ഞാൻ ചെയ്യുന്നില്ല, കാരണം ഇതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ചെയ്ത കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഉള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് സെക്കൻഡ് പാർട്ടും പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഭാഗം വേണേൽ ഒരു എക്സസൈസ് ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൊറോളറി ആയിട്ട് ഇഫ് എ ബി ലെസ് ദാൻ 0 then either first one a less than 0 and b greater than 0, or second one a greater than 0 and b less than 0. ഇതും ഈ രണ്ടെണ്ണത്തിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? പ്രൂഫ് എഴുതാവുന്നതാണ്.